തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കേരളം ചർച്ച ചെയ്യുന്ന ആശാവർക്കർമാരുടെ വിഷയത്തിൽ പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉയരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യസ്മിനി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ CITUവിൻ്റെ സമരം യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെയാണോ, നിങ്ങളുടെ സമരത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണോ? രണ്ടാമത്തത്, ഇപ്പോൾ താങ്കളുടെ പ്രകടന പത്രികയിലെ ചോദ്യത്തിനുള്ള മറുപടിയായ അരുൺകുമാർ പറയുന്നത് ഇത് കേന്ദ്ര സ്കീമാണ്, കേന്ദ്ര സ്കീമിൻ്റെ പരിധിയിൽ നിങ്ങൾ ഒരു സ്കീമിലെ സന്നദ്ധ പ്രവർത്തകരാണ്, നിങ്ങളെ തൊഴിലാളികളാക്കുക എന്നൊരാവശ്യം നിങ്ങൾക്കുണ്ടോ? അങ്ങനൊരാവശ്യം കേന്ദ്രത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യാൻ തയ്യാറാണോ? ഈ മുദ്രാവാക്യത്തിൽ ഏതെങ്കിലും ഒന്ന് കേന്ദ്രത്തിനെതിരെ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ നിങ്ങളെ തൊഴിലാളികളാക്കി മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരുത്തേണ്ടത് കേന്ദ്രമാണെന്നിരിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് എന്തിനാണ്? അരുൺകുമാർ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന്, ആശാവർക്കർമാർക്ക് നിലവിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും ഞങ്ങളുടെ പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്ക് ഡിമാൻഡുകളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഞങ്ങൾ 2 തവണ പാർലമെന്റ് മാർച്ചുകൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. കേരളത്തിൽ നടക്കമുള്ള ആശാവർക്കർമാരടക്കം ആ മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. 2, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പണികൾ ചെയ്യുന്നത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സംസ്ഥാനം നിശ്ചയിക്കുന്ന പണികളുണ്ട്, ആ ജോലികൾ കൂടിയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോകരുത്. ഈ ഉപാധി എങ്ങനെയാണ് വന്നത്? ഉപാധി രഹിത ഓണറേറിയത്തിന് വേണ്ടി സമരം ചെയ്യുകയാണ് CITU. എന്തൊരു വിരോധാഭാസമാണ് നമ്മൾ നോക്കണം. കാരണം ഉപാധി ഏർപ്പെടുത്തിയത് CITU ആണെന്ന് ഇപ്പൊ അരുൺകുമാർ പറഞ്ഞ കഴിഞ്ഞ തവണ NHM ഡയറക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ അവരുടെ സംസ്ഥാന നേതാക്കളായ 2 വനിതകളോട് പറഞ്ഞു. ശരിയാണ്, ഞങ്ങളാണ് പറഞ്ഞത്. കാരണം ആശാവർക്കർമാർ പണിയെടുക്കാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് ഉപാധി വെക്കണമെന്ന് ഞങ്ങളുടെ ശുപാർശയാണെന്നും ഇപ്പോൾ ആശാവർക്കർമാർക്ക് എടുത്താൽ പൊങ്ങാത്ത പണിയാണ്, അതുകൊണ്ട് ഉപാധികൾ പിൻവലിക്കണമെന്നും ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് അവർ കുറ്റസമ്മതം നടത്തിയത്. അവരുടെ നേതാക്കൾ പറയട്ടെ അല്ലെന്ന്. 2018 അന്ന് 2000 രൂപ ഉണ്ടായിരുന്ന ഓണറേറിയം 4000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. പക്ഷെ 1 രൂപ പോലും ബഡ്ജറ്റിൽ അതിന് അധികമായി നീക്കി വെച്ചിരുന്നില്ല. അന്വേഷിക്കുമ്പോൾ എന്താണ്, അതിന് 8 ഉപാധികൾ, അന്ന് 4000 രൂപയ്ക്ക് അന്ന് 10 ഉപാധികൾ വെച്ചു. 1 ഉപാധിക്ക് 400 രൂപ നിരക്കിൽ ഉപാധികൾ വെച്ചു. ഞങ്ങൾ അതിനെതിരെ നിയമസഭാ മാർച്ച് നടത്തി സർക്കാരിനോട് പിൻവലിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പിൻവലിച്ചില്ല. എന്ന് മാത്രവുമല്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ശ്രീ ഡോക്ടർ അരുൺ, അതായത് 1000 പോപ്പുലേഷന് ഒരു ആശ എന്നതായിരുന്നു ഇവിടെ ഈ ആശാവർക്കർമാരെ നിയമിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, അതൊരു സന്നദ്ധ പ്രവർത്തന നിലയ്ക്ക് അതൊരു കമ്പൽസറി സർവീസ് അല്ല. പക്ഷെ ഈ 2018 ഇതിനെ കമ്പൽസറി ആക്കി മാറ്റി. ആശാവർക്കറായിരിക്കുന്ന ഒരാൾ മറ്റൊരു ജോലിക്ക് പോകാൻ പാടില്ല എന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. വേറെ ഏത് സംസ്ഥാനത്താണ് അങ്ങനെയുള്ളത്? അങ്ങനെ ഉത്തരവിറക്കുകയും 1000 പോപ്പുലേഷൻ ഒരു ആശയം എന്നുള്ളതിനെ മാറ്റി ഒരു വാർഡിലേക്ക് ഒരു ആശയം എന്നാക്കി മാറ്റി. അങ്ങനെ വരുമ്പോൾ എന്താണ്, 2500, 3000, 3880, 4000 പോപ്പുലേഷൻ വരെ നോക്കുന്ന ആശയമുണ്ട്. ചോദിക്കാം. കാര്യം കേന്ദ്ര സ്കീമിൽ സംസ്ഥാന സർക്കാർ അവരുടെ ഇഷ്ടപ്രകാരം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുകയും എന്നാൽ അതിന് ആനുപാതികമായി ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മിനിയുടെ വാദം. മനസ്സിലായി. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളെ ഈ 700 രൂപയുടെ മിനിമം വേജസ് ആക്ടിലേക്ക് പരിഗണിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിങ്ങളെ സന്നദ്ധ സേവകർ എന്ന പട്ടികയിൽ നിന്ന് മാറ്റി തൊഴിലാളികളാക്കേണ്ടേ? അത് കേന്ദ്ര സർക്കാരിനല്ലേ കഴിയൂ? അത് ചെയ്യണം. പക്ഷെ അത് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? ഈ ആളുകളെ പീഡിപ്പിക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെ കേന്ദ്രം ചെയ്യാതിരിക്കുമ്പോൾ യോജിച്ച പ്രക്ഷോഭം ഉണ്ടാകണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ കൈവഴിയാണോ വേണ്ടത്? അതെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മിനി. അതിനുള്ള മറുപടി പറയേണ്ടത് അരുൺകുമാറാണ്. കാരണം പ്രകടന പത്രികയിൽ ഇതറിയാതെയല്ലോ ആ വാഗ്ദാനം നൽകിയിട്ടുണ്ടാവുക. അത് മിനി ചോദിച്ചത് വളരെ ലോജിക്കലായ പോയിന്റാണ്. ഇനി ആ ചോദ്യം അരുണിനോട് ചോദിക്കാം. എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്, വളരെ സ്പെസിഫിക്. ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപ് ഞാൻ മിനിയിലേക്ക് തിരിച്ചു വരാം. ഒരു ചോദ്യം കൂടിയുണ്ട് മിനി ഒരു നിമിഷം കേൾക്കൂ. അതായത് ഇപ്പോൾ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോഴും അത് സംസ്ഥാന സർക്കാർ മാത്രം വർദ്ധിപ്പിക്കണമെന്ന നിലപാടിൽ നിങ്ങൾ നിൽക്കുന്നു എന്നതാണ് CITU പക്ഷത്തിന്റെ വിമർശനം. CITU പക്ഷം ഇന്ന് സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനോടാണ്. കാര്യം ഓണറേറിയത്തിന് 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്രവും സംസ്ഥാനവും കൊടുക്കേണ്ടത്. 10,000 രൂപ ഓണറേറിയം തരാൻ കേന്ദ്രം തീരുമാനിച്ചാൽ 6,000 രൂപ കേന്ദ്രം തരണം. ഇപ്പോൾ 1,200 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് 6,000 രൂപ കേന്ദ്രം തരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. എന്തുകൊണ്ടാണ് കേന്ദ്രമാണ് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാത്തത്? 2,000 രൂപയിൽ പിടിച്ചു കെട്ടി നിർത്തിയിരിക്കുന്നത് കേന്ദ്രമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുന്നത്?
ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പണം വാങ്ങാൻ അല്ലെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് നമ്മളുടെ പാർലമെന്റിലേക്ക് ആളുകൾ പോകുന്നത്. രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ നമ്മൾ ആളുകളെ പറഞ്ഞുവിടുന്നത് അതിനാണ്. അത് പോരാഞ്ഞിട്ട് ആണ് കെ വി തോമസിനെ പോലെ ഒരാളെ വലിയൊരു ശമ്പളം കൊടുത്തോടെ ഇരുത്തിയിരിക്കുന്നത്. എന്തിനാണ് ഇവരൊക്കെ പോകുന്നത് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ആശാവർക്കർമാർ പോയി വാദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? മിനി, ഞാൻ പറഞ്ഞത് അത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ശ്രീ ഡോക്ടർ അരുൺകുമാർ? അങ്ങനെ കിട്ടുന്നില്ല. ഈ കേരളത്തിലെ 26,000 ആശമാരോട് നിങ്ങൾ മറ്റൊരു പണിക്ക് പോകരുത് എന്ന് സർക്കുലർ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ 3 മാസവും 4 മാസവും ഞങ്ങൾ പണം തരില്ല എന്ന് ഇവിടെ ശാഠ്യം പിടിച്ചിട്ട് ഇവർ എങ്ങനെ ഫീൽഡിൽ പോകണമെന്നാണ്? അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഇവർ പണം കൊടുക്കാതിരിക്കുമ്പോൾ ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കാതിരുന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പണി? അത് ഞാൻ സമ്മതിച്ചു മിനി, അത് പിന്നീട് ലോജിക്കലായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അരുണാണ് മറുപടി പറയുന്നത്. പക്ഷേ എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഈ സമരം നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, CI2 സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഡോക്ടർ അരുൺകുമാർ കരുതുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ ഒരു പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് അല്ല, അത് CI2 ഒരു വിഷയമാണ്. നിങ്ങൾക്ക് അതിനകത്ത് രാഷ്ട്രീയ താല്പര്യമില്ലല്ലോ. CI2 ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. അതുകൊണ്ട് CI2 സംസ്ഥാന സർക്കാരിന് എതിരായി സമരം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമില്ലല്ലോ മിനി. നിങ്ങൾക്ക് തുറന്നു തന്നെ പറയാമല്ലോ, 3 കാര്യങ്ങൾ കേന്ദ്രം ചെയ്യണം, 3 കാര്യങ്ങൾ സംസ്ഥാനം ചെയ്യണം. പക്ഷെ അങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഡോക്ടർ അരുൺകുമാറിന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സമരപന്തലിലേക്ക് പിന്തുണയുമായി വന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പിന്തുണയുണ്ടെന്ന് പ്രസംഗിക്കുകയല്ല വേണ്ടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ കേന്ദ്രത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. കേരളത്തിന് കൊടുക്കാനുള്ള കുടിശ്ശിക നിങ്ങൾ കൊടുക്കണം. ഈ സമരം കേന്ദ്രത്തിനെതിരെ കൂടിയാണ് അല്ലേ മിനി? ഈ സമരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവേചനപരമായ നിലപാടിനെതിരെയാണ്. ഡോക്ടർ അരുൺകുമാർ ഈ കേരളത്തിൽ 62 വയസ്സിൽ ആശമാരോട് പിരിഞ്ഞു പോകാൻ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. മന്ത്രി ഉത്തരവ് മരവിപ്പിച്ചിരിക്കുകയാണെന്ന് കള്ളം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ NHM ഡയറക്ടർ നമുക്ക് തന്നിരിക്കുന്നു. ആ ഉത്തരവ് നിലനിൽക്കുന്നു. 62 വയസ്സുകാരോട് പിരിഞ്ഞു പോകാൻ പറയുന്നു. ഈ കാലം അത്രയും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് 62 വയസ്സായവർ നിങ്ങൾ വെറും കൈയോടെ പൊക്കോണം. നിങ്ങൾക്ക് അപകടം പറ്റിയാൽ 10 വയസ്സാണ്. സംശയം ചോദിച്ചോട്ടെ, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. കേന്ദ്ര സ്കീമിൽ അത് എത്രയാണ്? ആരോടാണ്? മിനിയോടാണ്. എന്നോടാണോ? അതെ. കേന്ദ്ര സ്കീമിൽ 65 ആണോ 62 ആണോ വിരമിക്കൽ പ്രായം? കേട്ടില്ല ചോദ്യം. കേന്ദ്രം അങ്ങനെ ഒരു വിരമിക്കൽ പ്രായം നിശ്ചയിച്ചിട്ടില്ല. അത് എല്ലാ സംസ്ഥാനങ്ങളോടും അവരവരുടെ സംസ്ഥാനത്തിന്റെ സാഹചര്യം അനുസരിച്ച് തീരുമാനിച്ചോളാനേ പറഞ്ഞിട്ടുള്ളൂ. ശരി, ഞാൻ മടങ്ങി വരാം. Debate with Dr. Arun Kumar.